കൽപ്പനകൾ ആത്യന്തികമായി ദൈവം ഉദ്ദേശിക്കുന്നത് എന്താണ്? ഒന്ന്, ദൈവത്തിൻ്റെ സ്വഭാവം നമുക്കുണ്ടാകണം, അത് വേറെ കാര്യം. പക്ഷേ അതേപോലെ തന്നെ പ്രാധാന്യം അർഹിക്കുന്ന കാര്യമാണ്. അത് ആരുടെ ഗുണത്തിന് വേണ്ടിയാണ്? നമ്മുടെ ഗുണത്തിന് വേണ്ടിയാണ്. ഇതുപോലെയാണ് താങ്ക്ഫുൾനെസ് എന്ന് പറയുന്നത്. വെൻ വി ആർ താങ്ക്ഫുൾ, വി ആർ ദ ബെനിഫിഷ്യറീസ്. നമ്മൾ നന്ദിയുള്ളവരായിരിക്കുമ്പോൾ നമ്മളാണ് അതിൻ്റെ ഫലം ഉണ്ടാകുന്നത്. കാര്യം നമ്മൾ നന്ദിയുള്ളവരായിരിക്കുമ്പോഴാണ് നമ്മുടെ റിലേഷൻ വർദ്ധിക്കുന്നത്. വെൻ യു ആർ താങ്ക്ഫുൾ to God, then your relation with God will be more than the previous days. So what happens? You are closer to God, and when you are closer to God, it is more good for you. അതിൻ്റെ ഗുണം ആർക്കാണ് പ്രധാനമായും ഉണ്ടാകുന്നത്? നമുക്ക് വേണ്ടിയാണ്. സോ അതുകൊണ്ട് നമ്മൾ സ്തോത്രത്തോടുകൂടെ പ്രാർത്ഥിക്കണം, നമ്മൾ നന്ദി പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കണം. ഒത്തിരി കാര്യങ്ങൾ ഇതുമായിട്ട് റിലേറ്റ്, ഇതുപോലെയുള്ള ഒത്തിരി വാക്യങ്ങൾ വേദപുസ്തകത്തിൽ നമുക്ക് കണ്ടെത്താൻ പറ്റും. അപ്പോൾ നിങ്ങൾ തന്നെ ഒന്ന് റെഫർ ചെയ്യണം. എങ്ങനെയാണ് നമ്മുടെ പ്രാർത്ഥനാ അനുഭവം രൂപപ്പെടുത്തേണ്ടത് എന്നുള്ളത് നമ്മൾ പഠിക്കണം. അതുപോലെ ഒന്ന് രണ്ട് കാര്യങ്ങളെയും പറയാം. പ്രേ ഇൻ വൺ അക്കോർഡ്. അപ്പോസ്തല പ്രവൃത്തി 1-ാം അധ്യായത്തിന് 14-ാം വാക്യത്തിൽ അവിടെ നമ്മൾ കാണുന്ന അവർ ഒരുമനപ്പെട്ട് പ്രാർത്ഥന കഴിച്ചു പോകുന്നു. They were all in one accord. ഒരുമനപ്പെട്ട്. So when we pray, we need to see that we are all in one accord. നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ എന്ത് കണ്ടിരിക്കണം, മനസ്സിലാക്കിയിരിക്കണം. നമ്മൾ ഒരു മനസ്സുള്ളവരായിരിക്കണം. ഒരു മനസ്സ്. വാസ്തവത്തിൽ ഈ ഒരു പൗരസ്ത്യമായ രീതിയാണ് ഇൻഡിവിജ്വൽ സ്പിരിച്വാലിറ്റിയെ പ്രൊമോട്ട് ചെയ്യുന്നതായ ഒരു രീതി എന്ന് പറയുന്നത്. ഈസ്റ്റേൺ റിലീജിയൻ്റെ ഒക്കെ പ്രത്യേകത നിനക്കും ദൈവവും തമ്മിലുള്ള ബന്ധം, അത്രേ ഉള്ളൂ. നിനക്ക് ആത്മീയം കൂടിയാൽ നീ എന്ത് ചെയ്യും? നീ പോയിരുന്ന് പ്രാർത്ഥിക്കും, നിനക്ക് ദൈവമായിട്ടുള്ള ബന്ധം, അത്രേ ഉള്ളൂ. പക്ഷേ ക്രിസ്ത്യാനിത്വത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ, ക്രിസ്ത്യാനിത്വത്തിൽ ഗാഡ് കോൾസ് യു ആസ് ആൻ ഇൻഡിവിജ്വൽ, ബട്ട് ഹി ഈസ് പുട്ടിങ് യു ഇൻ എ കോൺഗ്രിഗേഷൻ. നമ്മളെ വിളിക്കുന്നത് വ്യക്തിയായിട്ടാണെങ്കിലും വിളിച്ച് നമ്മളെ ആക്കുന്നത് ഒരു സമൂഹത്തിലേക്കാണ്. ആ സമൂഹത്തിൽ സമൂഹമായി തന്നെ ആത്മീയതയിൽ വളരാൻ ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ട് ഈ പൗരസ്ത്യമായ ചിന്ത ഉള്ള ആളുകൾ പലപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട്. എന്താ? അത് ഞാനും ദൈവമായിട്ട് തീർത്തോളാം, ഞാനും എൻ്റെ ദൈവം എന്ന് പറയുന്ന ഒരു സിമ്പിൾ കാര്യത്തിൽ ഒതുങ്ങുന്നതല്ല ക്രിസ്ത്യാനിത്വം. ഞാനും എൻ്റെ സഹോദരനും എൻ്റെ ദൈവവും, അല്ലെങ്കിൽ ഞാനും എൻ്റെ ദൈവവും എൻ്റെ സഹോദരനും, ആ ഒരു ട്രയാങ്കുലർ റിലേഷൻഷിപ്പ് മാത്രമേ എന്തുണ്ടാകത്തുള്ളൂ? ആത്മീയതയുടെ ഒരു ഭാഗമായിട്ട് നമുക്ക് കാണാനായിട്ട് കഴിയത്തുള്ളൂ. So what happens when we are coming into the church as a congregation? We need to see that we are having all one mind. അതുകൊണ്ട് നിങ്ങൾ ഒരേ മനസ്സുള്ളവരായി. അതുകൊണ്ട് ആ ഫിലിപ്പിയ ലേഖനത്തിൽ പൗലോസ് പറയുന്നത് എന്താണ്? നിങ്ങൾ ഏക മനസ്സുള്ളവരായി, ഏകഭാവമുണ്ട്, ഏക എന്ന് പറഞ്ഞുകൊണ്ട് he is always emphasizing and encouraging, exhorting us to have one mind. Here also, ഇവിടെ നമ്മൾ കാണുന്നത് അപ്പോസ്തല പ്രവൃത്തി 1-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നതാണ് 14-ാം വാക്യത്തിൽ അവരെല്ലാവരും ഒരുമനപ്പെട്ട് പ്രാർത്ഥിച്ചു പോകും. ഒരുമനപ്പെട്ട് പ്രാർത്ഥനയിൽ ഒരു മനസ്സുണ്ടാകും. ഒരു മനസ്സുണ്ടെങ്കിലേ കാര്യങ്ങൾ നടക്കത്തുള്ളൂ. ഇല്ലെങ്കിലുള്ള പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ രണ്ട് മനസ്സോടെ ആണെങ്കിൽ പണിയൊന്നും നടക്കത്തില്ല, ഒരു കാര്യം നടക്കത്തില്ല. ഞാൻ വേറെ ഒരു ഉദാഹരണം, സാധാരണ വേറൊരു കാര്യത്തിലാണെന്ന് പറയുന്നതെങ്കിൽ ഒരു നല്ലൊരു ഉദാഹരണമാണ്. ഒരാളൊരു വലിയൊരു മേശ പുറത്തോട്ട് ഇറക്കാനായിട്ട് നോക്കുക. അങ്ങനെ പുറത്തോട്ട് ഇറക്കാൻ നോക്കിക്കൊണ്ടിരുന്നു. പക്ഷേ അവന് തന്നെ പിടിച്ചിട്ട് പോകുന്നില്ല. അന്നേരം ദൂരെ നിന്ന് ഒരുത്തൻ കണ്ടുകൊണ്ടിരിക്കുകയാണ്. എവിടെയോ ഇത് കണ്ടുകൊണ്ട് അവൻ കയറി വന്നപ്പോഴത്തേക്ക് ഇവൻ എന്ത് ചെയ്തു? അവന് പറഞ്ഞു ഞാനിവിടെ സഹായിക്കാമെന്ന് പറഞ്ഞു. അവനും കയറി മേശയ്ക്ക് പിടിച്ചു. 1/2 മണിക്കൂർ അങ്ങോട്ട് അവർ രണ്ടുപേരും കൂടെ പിടിച്ചിട്ടും മേശ പുറത്തിറക്കാൻ പറ്റുന്നില്ല. അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ ഈ അകത്ത് നിന്നും പറഞ്ഞു, ചേട്ടാ നമ്മൾ രണ്ടുപേരും കൂടെ പിടിച്ചിട്ടും 1/2 മണിക്കൂറായാലും ഇതുവരെ ഈ മേശ പുറത്തോട്ട് ഇറക്കാൻ പറ്റിയില്ലല്ലോ. ഉടനെ അവൻ പറയുക, ആഹാ താനിത് പുറത്തോട്ടിറക്കാൻ നോക്കുമായിരുന്നു, ഞാനിത് അകത്തോട്ട് കയറ്റാൻ നോക്കുമായിരുന്നു. ഞാനിത് പുറത്തോട്ടിറക്കാൻ നോക്കുമായിരുന്നു, സഹായിക്കാൻ വന്നതാണ്, പക്ഷേ ഞാനിത് എന്ത് ചെയ്യുമായിരുന്നു? അകത്തോട്ട് കയറ്റാൻ നോക്കുമായിരുന്നു. ഇതാണ് രണ്ട് മനസ്സുള്ളവർ കൂടി ഇരുന്ന് പ്രാർത്ഥിച്ചാലുള്ള പ്രയോജനം. When you pray, you need to see that you are all in one accord. നമ്മുടെ സഭയിലൊക്കെ ആണെങ്കിലും ഇന്ന് ആ നഷ്ടപ്പെട്ടു പോയെന്നാണ് അതാണ് വാസ്തവം. എന്ത്? ആ ഒരുമിച്ച് കൂടിയിരുന്നാൽ പോലെ ഒരുമനപ്പെട്ട് കൂടിയിരിക്കണം. ഒരുമിച്ച് ഒത്തിരി പേര് കൂടിയിരിക്കുന്നുണ്ട്. നമ്മളെല്ലാം ഇന്ന് ഒരുമിച്ച് കൂടുന്ന ആളുകൾ, ഒരുമിച്ച് കൂടുന്ന ഒത്തിരി പേരും കൂടുന്നുണ്ട്. പക്ഷെ ഒരുമിച്ച് കൂടുന്നതല്ല പ്രധാനം, ഒരുമനപ്പെട്ട് കൂടുന്നതാണ് പ്രാധാന്യം അർഹിക്കുന്നതായ കാര്യം. ഒരുമനപ്പെട്ട് കൂടുക, ആ ഒരു മനസ്സ് നമ്മുടെ സഭയിൽ ഉണ്ടാകണം. സോ വി നീഡ് ടു പ്രേ ഇൻ വൺ അക്കോർഡ്. ഒരേ മനസ്സുണ്ടാകണം. ഒരേ മനസ്സുണ്ടാകാനുള്ള ഏക മാർഗം എല്ലാവർക്കും യേശുവിൻ്റെ മനസ്സുണ്ടാവുക എന്നുള്ളതാണ്. അല്ലാതെ എനിക്കിപ്പം ജീവോച്ചാൻ്റെ മനസ്സുണ്ടാകണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ പ്രയാസമാണ്. അല്ലെങ്കിൽ എവറി കേസിനോ. അപ്പം ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഒരു മനസ്സാകാനുള്ള കാര്യം ഒന്നേ ഉള്ളൂ. ജീവോച്ചാനും കർത്താവിൻ്റെ മനസ്സുണ്ടാകുക, എനിക്കും കർത്താവിൻ്റെ മനസ്സുണ്ടാകുക. അങ്ങനെ ആകുമ്പോഴത്തേക്ക് എന്തുണ്ടാകും? ഒരു മനസ്സുണ്ടാകും. അപ്പോൾ ക്രിസ്തുവിൻ്റെ മനസ്സോടുകൂടെ എന്ന് പറയുന്നതാണ് അതിനകത്തെ വ്യാഖ്യാനിച്ച് കഴിഞ്ഞാൽ ശരിയാകുന്ന കാര്യം. ക്രിസ്തുവിൻ്റെ മനസ്സോടുകൂടെ പ്രാർത്ഥിക്കുക. ഇനി മത്തായിയുടെ സുവിശേഷം 21-ാം അധ്യായം അതിൻ്റെ 22-ാം വാക്യം വായിക്കുമ്പോൾ, നിങ്ങൾ വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥനയിൽ എന്ത് യാചിച്ചാലും അത് നിങ്ങൾക്ക് ലഭിക്കുമെന്ന് ഉത്തരം പറഞ്ഞു. നിങ്ങൾ വിശ്വസിച്ചുകൊണ്ട്. സോ ഇതേപോലെ തന്നെ തെറ്റിദ്ധാരണാജനകമായ ഒരു കാര്യമാണ്. നിങ്ങൾ വിശ്വസിച്ചുകൊണ്ട് എന്ത് പ്രാർത്ഥിച്ചാലും, നിങ്ങൾ വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥനയിൽ എന്ത് യാചിച്ചാലും നിങ്ങൾക്ക് ലഭിക്കുമെന്ന് ഉത്തരം പറഞ്ഞു. അപ്പോൾ നമ്മൾ കാണുന്നത് എന്ത് കോണ്ടെക്സ്റ്റിൽ ഇത് പറയുന്നു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. എന്താണ് ഇതിന്റെ കോണ്ടെക്സ്റ്റ്? ഇഫ് യു ഹാവ് ഫെയ്ത്ത് ഇൻ ദ ലോർഡ്, ഇഫ് യു ഹാവ് റിയൽ ഫെയ്ത്ത്, ഇഫ് യു ട്രസ്റ്റ്, then certainly what all things you pray. അപ്പോൾ അവന്റെ പ്രാർത്ഥന ശരിക്കും ഇതിന്റെ പശ്ചാത്തലം എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാം, വായിച്ചൊക്കെ അറിയാം. കർത്താവ് ഒരു ദിവസം നടന്നു വരുന്ന കൂട്ടത്തിൽ അവൻ വിശന്നപ്പോൾ അവൻ ഒരു അത്തിപ്പഴം കൊതിച്ചു. പക്ഷെ അത്തിപ്പഴം കിട്ടിയില്ല. അവൻ അത്തിയെ ശപിച്ചു. ആ പശ്ചാത്തലം അതാണ്. പിറ്റേ ദിവസം പത്രോസ് നോക്കിയപ്പോഴത്തേക്ക് ആ അത്തി ഉണങ്ങിയിരിക്കുന്നുണ്ട്. ഉണങ്ങിയപ്പോഴത്തേക്ക്
അവൻ പെട്ടെന്ന് തന്നെ വിളിച്ചു പോയി, കർത്താവേ, ഓ എന്തൊരത്ഭുതം, ഇതാ നീ ശപിച്ച അത്തി ഇതാ ഉണങ്ങിയിരിക്കുന്നു. ഓ എന്തൊരത്ഭുതം, നിന്റെ ശക്തി എത്ര വലിയ ശക്തി. ഉടനെ കർത്താവ് പറഞ്ഞു പത്രോസിനോട്, അങ്ങനെ ഞാൻ പറഞ്ഞാൽ നിനക്ക് ഇതുവരെ മനസ്സിലായില്ലായിരുന്നു എന്നല്ല കർത്താവ് പറഞ്ഞത് മിണ്ടായില്ലാടാ, എന്തോ ഈ കിടന്ന് ചാടുന്നതെന്നാണ് ചോദിക്കുന്നത്. ഞാനൊരു അത്തിയെ ശപിച്ചു, അത് ഉണങ്ങി, അതിനാണ് ഈ കിടന്ന് ചാടുന്നത്. ഇവിടെ വിശ്വസിച്ചുകൊണ്ട് ഒരുത്തൻ ഈ മലയോട് മാറി കടലിൽ പോകാൻ പറഞ്ഞാൽ അതും നടക്കും. അതിനിടയ്ക്ക് അവനൊരു അത്തിയും കൊണ്ട് വന്നിരിക്കുന്നു. എന്താ ഇതിനകത്തെ പ്രത്യേകത? ഇവന്റെ എക്സൈറ്റ്മെന്റ് ശരിയായിട്ടുള്ള ഫെയ്ത്തിന്റെ എക്സ്പ്രഷൻ അല്ല, ഇവന്റെ വിശ്വാസം ഇല്ലായ്മയുടെ എക്സ്പ്രഷനാണ്. നമ്മുടെ നോട്ടത്തിൽ വിശ്വാസത്തിന്റെ എക്സ്പ്രഷനാണ്, പക്ഷേ യാഥാർത്ഥ്യത്തിൽ വിശ്വാസമില്ലായ്മയുടെ എക്സ്പ്രഷനാണ്. കാര്യം അവനെ സംബന്ധിച്ചിടത്തോളം യേശു ഒരു ഹത്തിയോട് കൽപ്പിച്ചപ്പോൾ അത് ഉണങ്ങിയതൊക്കെ അവനങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റുന്നില്ല. അതിനർത്ഥം എന്താ? ഞാനിപ്പോൾ ആ മേശ എടുത്ത് അങ്ങോട്ട് മാറ്റി വെച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ വിശ്വസിക്കും എന്ന് നിങ്ങൾ പറയുമോ? ഇല്ല. എന്നാൽ അതേസമയം 2 വയസ്സുള്ള കൊച്ചു വന്ന മേശ പൊക്കി അങ്ങോട്ട് മാറ്റി വെച്ചാലോ, എന്തു ഈ കാണുന്നത് അല്ലേ, നമ്മൾ വെറുണ്ടു പോകും. കാര്യം 2 വയസ്സുള്ള കൊച്ച് അത് ചെയ്യുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല. യു അണ്ടർസ്റ്റാൻഡ്? അപ്പോൾ യേശു കൽപ്പിച്ചപ്പോൾ ഒരു അത്തി ഉണങ്ങിയാൽ ഉടനെ ഇവൻ ഇത്ര എക്സൈറ്റഡ് ആയാലും അതിൻ്റെ അർത്ഥം യേശുവിന് ഇത്രയൊക്കെ ശക്തി ഉണ്ടെന്നേ അവൻ്റെ ചിന്ത ഉള്ളൂ. അത്രേ ഉള്ളൂ. അവൻ ചിന്തിച്ചത് യേശു നല്ലൊരു പ്രസംഗത്തിന് മറ്റുള്ള കാര്യങ്ങളൊക്കെ ആണെങ്കിലും ശപിച്ചപ്പോഴത്തേക്ക് അത്തിയൊക്കെ ഉണങ്ങിപ്പോകുന്നത് ഭയങ്കരം തന്നെ. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ? അവൻ ശരിക്കും ദൈവത്തിൽ വിശ്വസിച്ചില്ല എന്ന്. അതുകൊണ്ടാണ് കർത്താവ് പറയുന്നത് നീ ദൈവത്തിൽ വിശ്വാസമുള്ളവനായിരിക്കുക എന്നാ പറയുന്നത്. നീ ദൈവത്തിൽ വിശ്വാസമുള്ളവനായിരിക്കുക. നോക്കുക, കർത്താവ് എന്താ പത്രോസിനോട് പറയുന്നത്? ദൈവത്തിൽ വിശ്വാസമുള്ളവനായിരിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്തുവാ? നീ ഈ കിടന്ന് ചാടുന്നത് ദൈവത്തിൽ വിശ്വാസം ഇല്ലാത്തത് കൊണ്ടാണെന്നാ, അല്ലേ? നീ കിടന്ന് ചാടുന്നത് എന്തുകൊണ്ടാണ്? നിനക്ക് ദൈവത്തിൽ വിശ്വാസമില്ല. വിശ്വാസം ഉണ്ടായിരുന്നെങ്കിൽ ഇത്രയും വലിയ എക്സൈറ്റ്മെന്റിനൊന്നും പോകത്തില്ലായിരുന്നു. ദൈവത്തിൽ വിശ്വാസമുള്ളവർ ആയിരിപ്പീൻ. ആരെങ്കിലും തൻ്റെ ഹൃദയത്തിൽ സംശയിക്കാതെ താൻ പറയുന്നത് സംഭവിക്കുമെന്ന് വിശ്വസിച്ചുകൊണ്ട് ഈ മലയോട് നീ കടലിൽ ചാടിപ്പോയെന്ന് പറഞ്ഞാൽ അവൻ പറഞ്ഞതുപോലെ സംഭവിക്കുമെന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. അതുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ യാചിക്കുന്നതൊക്കെയും ലഭിച്ചുവെന്ന് വിശ്വസിപ്പിൻ, എന്നാൽ അത് നിങ്ങൾക്ക് ഉണ്ടാകുമെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. നോക്കുക, ഞാൻ പറഞ്ഞില്ല, ഈ പാസേജിന്റെ സ്പെസിഫിക് ആയിട്ട് അതിന്റെ അർത്ഥം നമ്മൾ മനസ്സിലാക്കണം. അവിടെ പറയുന്നത് വെൻ യു പ്രേ, നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ സംശയത്തോടു കൂടെ ആയിരിക്കരുത് പ്രാർത്ഥിക്കുന്നത്. ദൈവത്തിന് ചെയ്യാൻ കഴിയുമോ കഴിയുകയില്ലയോ എന്നുള്ള സംശയത്തോടെ പ്രാർത്ഥിച്ചിട്ട് യാതൊരു അർത്ഥവും ഇല്ല. പലപ്പോഴും നമ്മുടെ ഒരു പ്രശ്നം നടക്കട്ടെ എന്നുള്ള നിലയിലാണ് നമ്മുടെ പ്രാർത്ഥന വരുന്നത്, ഇല്ലേ? നടന്നാൽ നമുക്ക് നഷ്ടമൊന്നുമില്ലല്ലോ, ബാക്കിയുള്ളതിനൊക്കെ ചിലവുണ്ടല്ലോ, പ്രാർത്ഥനയ്ക്കാണല്ലോ ചിലവില്ലാത്തത്. എന്നാൽ പിന്നെ നടക്കുന്നതിലങ്ങ് നടക്കട്ടെ. അപ്പൊ ദൈവത്തിന് കഴിയും എന്നുള്ളതാണ് ഇതിനകത്തെ പ്രത്യേകത. ദൈവം ചെയ്യുമോ ഇല്ലയോ എന്നുള്ളത് രണ്ടാമത്തെ കാര്യമാണ്. ഗോഡ് ക്യാൻ ഡു എനിത്തിങ്. ദൈവത്തിന് പനി മാറ്റാൻ കഴിയുന്നത് പോലെ തന്നെ ക്യാൻസർ മാറ്റാനും പറ്റും. നമ്മൾ ചിന്തിക്കുന്നത് പനിയൊക്കെ പെട്ടെന്ന് അങ്ങ് പോകും, പക്ഷെ ക്യാൻസറൊക്കെ ആകുമ്പോഴത്തേക്ക് വലിയ പ്രയാസമാണ് ദൈവത്തിന്, ഒത്തിരി പണിയെടുക്കേണ്ടി വരും, ഇല്ലേ? അങ്ങനെയൊന്നുമില്ല. ഡോക്ടർക്ക് ഒരു പക്ഷേ ഒരു മേജർ സർജറി ചെയ്യുന്നതും ചെറിയൊരു സർജറി ചെയ്യുന്നതും നമ്മൾ സമയവ്യത്യാസം ഉണ്ടായിരിക്കും, പക്ഷെ ദൈവത്തിന് അതിൻ്റെ ആവശ്യമില്ല. അപ്പോൾ അതുകൊണ്ട് whenever you pray, when you are praying, pray with faith in God. ദൈവത്തിൽ വിശ്വാസമുള്ളവനായിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാനായിട്ട്? പ്രാർത്ഥിക്കാനായിട്ട്. അല്ലാതെ എന്തെങ്കിലും സംശയിച്ചുകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കാൻ പാടില്ല. യാക്കോബിന്റെ ലേഖനത്തിൽ അത് കുറച്ചുകൂടെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. യാക്കോബിന്റെ ലേഖനം 1-ാം അധ്യായത്തിന്റെ 5 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ, സംശയിക്കുന്നവൻ കർത്താവിൽ നിന്ന് എന്തെങ്കിലും പ്രാപിക്കുമെന്ന് ചിന്തിക്കരുത്. യു നീഡ് ടു ഹാവ് എ സിമ്പിൾ ഫെയ്ത്ത്. ഈ ഫെയ്ത്ത് എന്ന് പറയുന്നത് നമ്മൾ ഉദ്ദേശിക്കുന്നത് പോലെ കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയെടുക്കേണ്ട ഒരു കാര്യമൊന്നും അല്ല. ഈ ഫെയ്ത്തിനെ നമ്മൾ ഒത്തിരി അങ്ങ് മഹത്വവൽക്കരിക്കുകയോ വേറെ രീതി പറഞ്ഞു കഴിഞ്ഞാൽ ഗൂഢവൽക്കരിക്കുകയോ ഒക്കെ ചെയ്തിട്ടുണ്ട്. ഫെയ്ത്ത് എന്ന് പറയുന്നത് ചില ആളുകൾക്ക് ഇങ്ങനെ ഒത്തിരി സ്ട്രെയിൻ ചെയ്ത് ഉണ്ടാക്കിയെടുക്കുന്ന ഒന്നാണ് ഫെയ്ത്ത് എന്ന് ചിന്തിക്കാറുണ്ട്. അങ്ങനെയൊന്നുമല്ല. ഫെയ്ത്ത് എന്ന് പറയുന്നത് അങ്ങനെ, അല്ലെങ്കിൽ പഠിച്ചുണ്ടാക്കുന്നതുമല്ല. നമ്മൾ ഉദ്ദേശിക്കുന്നത് പോലെ 4-ാം തലത്തിലേക്ക് കയറാൻ കയ്യും കാലും ഒക്കെ യോഗ സ്റ്റേജിൽ പോയി ഇരിക്കുന്നവനൊന്നും അല്ല ഫെയ്ത്ത് ഉണ്ടാകുന്നത്. ചിലർ പറയുന്നത് ഇവിടെ വിശ്വാസം എവിടെ ഉണ്ടാകുന്നത്? നമ്മൾ ഈ 3 മണ്ഡലങ്ങളെയും വിട്ട് 4-ാം മണ്ഡലത്തിലേക്ക് കയറുമ്പോഴാണ് നമുക്ക് ഫെയ്ത്ത് ഉണ്ടാകുന്നത്. 4th ഡയമെൻഷനിലേക്ക് കയറുമ്പോൾ. അങ്ങനെ 4th ഡയമെൻഷനിൽ കയറി ഉണ്ടാക്കിയെടുക്കുന്നൊന്നും അല്ലേ ഫെയ്ത്ത് എന്ന് പറയുന്നത്. ഈ ഫെയ്ത്ത് എന്ന് പറയുന്നത് 4-ാം മണ്ഡലത്തിലേക്ക് കയറുന്നവനല്ല കിട്ടുന്നത്, എല്ലാ മണ്ഡലങ്ങളിൽ നിന്നും ഇറങ്ങി വരുന്നവനാണ് കിട്ടുന്നത്. അതാണ് ഇതിനകത്തെ അടിസ്ഥാനപരമായ പ്രശ്നം. നമുക്ക് എന്തുകൊണ്ടാണ് ഫെയ്ത്ത് ഇല്ലാതെ വരുന്നത്? നമ്മളെല്ലാം പറയുമല്ലോ, ആന്ധ്രയിലും മധ്യപ്രദേശിലും ഒറീസയിലും ഒക്കെ പോകുമ്പോൾ ആളുകളുടെ രോഗമൊക്കെ സൗഖ്യമാകുന്നു, അവർക്കൊക്കെ ഫെയ്ത്താ. അതെന്താ അവരെന്നെ 4-ാം മണ്ഡലത്തിൽ കയറിയിട്ടാണോ ഫെയ്ത്ത്? ആണോ? അല്ല. ഞാൻ ഇപ്രാവശ്യം ആഫ്രിക്കയിൽ നിന്നൊരു ആളെന്നെ വിളിച്ചിരിക്കുക. ഞാൻ അവിടെ ചെന്നപ്പോൾ ഒരു പാസ്റ്റർക്ക് വേണ്ടി പ്രാർത്ഥിച്ചാ. ഈ പാസ്റ്ററുടെ രോഗം സൗഖ്യമാകുമെന്ന് എനിക്ക് പോലും വിശ്വാസം ഉണ്ടായിരുന്നില്ല. പക്ഷേ ഞാൻ പോന്നു കഴിഞ്ഞ ഉടനെ തന്നെ അവിടുന്ന് ഒരു പാസ്റ്റർ അൻഡീസ എന്ന് പറഞ്ഞാൽ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, മിഷനറി സാജു നമ്മൾ അവിടെ പോയപ്പം ഇന്നാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചില്ലേ, അയാൾക്ക് അത്ഭുതകരമായിട്ട് ദൈവം സൗഖ്യം കൊടുത്തു. എൻ്റെ കാര്യം തന്നെ ഞാൻ രോഗശാന്തി ഫലപ്രാപ്തനായിട്ട് അങ്ങോട്ട് ചെന്ന് ഏതാണ്ട് ചെയ്തിട്ട് വല്ലതാണ്? ഒന്നുമല്ല. ഹി ഹാഡ് സിമ്പിൾ ഫെയ്ത്ത്. അവൻ ഒരു മണ്ഡലത്തിൽ നിന്ന് ഇറങ്ങി വരണ്ട. എനിക്ക് ഇറങ്ങി വരേണ്ട വലിയ പാടാണ്. കാര്യം ഞാൻ ഇതിൻ്റെ വരുംവരാഴികളെ കുറിച്ച് എല്ലാം ആലോചിക്കും. എനിക്കൊരു അസുഖം ഉണ്ടാകുമ്പോഴത്തേക്ക്
എനിക്കതിനെക്കുറിച്ച് നല്ല ബോധ്യമാണ്. ഇതിൻ്റെ പ്രശ്നങ്ങൾ എന്താണ്, ഇതിൻ്റെ കോൺസിക്വൻസ് എന്താണ്, അതാണ് ഇതാണ്, അതെല്ലാം കൂടെ ആലോചിച്ച് കഴിയുമ്പോൾ പിന്നെ എന്ത് ചെയ്യാൻ പറ്റത്തില്ല, സിമ്പിൾ ഫെയ്ത്ത് ഉണ്ടാകത്തില്ല. സിമ്പിൾ ഫെയ്ത്ത് ഉള്ളവന് മാത്രമേ വിശ്വസിച്ചിട്ട് ഈ മലയോട് മാറിപ്പോകാൻ പറയാൻ പറ്റുള്ളൂ. അതിന് 4-ാം മണ്ഡലത്തിൽ കയറേണ്ട കാര്യമൊന്നുമില്ല, സിമ്പിൾ ഫെയ്ത്ത് ഉണ്ടായാൽ മതി. അപ്പോൾ ഫെയ്ത്ത് എന്ന് പറയുന്നത് ഏതെങ്കിലും മണ്ഡലത്തിലോട്ട് കയറിപ്പോകുന്നതല്ല, എല്ലാ മണ്ഡലത്തിൽ നിന്നും ഇറങ്ങി വരുന്നതാണ്. ഇവിടെയൊക്കെയാണ് അടിസ്ഥാനപരമായി നമ്മളുടെ ടീച്ചിങ്ങിൽ ഉണ്ടാകുന്ന പ്രശ്നം എന്ന് പറയുന്നത്. നമ്മൾ എന്ത് ചെയ്യുന്നറിയാമോ, ആളുകളെ, അതായത് പറഞ്ഞു നിൽക്കാൻ ഭയങ്കര എളുപ്പമാണല്ലോ, ഏതാ നീ അങ്ങോട്ട് കയറാൻ നിനക്ക് പറ്റാത്തതുകൊണ്ടാണ് നിനക്ക് ഇത് കിട്ടാത്തതെന്നൊക്കെ പറയാൻ അല്ലേ. ഇതില്ല, ഫെയ്ത്ത് എന്ന് പറയുന്നത് എപ്പോഴും വളരെ സിമ്പിളായിട്ട് ഇറങ്ങി ചെല്ലുന്ന കാര്യം. ഇപ്പം ഞാൻ ഈ ഒറീസയിലെ ഋതങ്കിയായി താമസിച്ച സമയത്ത് ഇതുപോലെ അനുഭവിക്കുണ്ടായി. ഒരു സ്ത്രീ 2-3 പേര് കൂടി എടുത്തുകൊണ്ട് അവിടെ വന്നു. അവിടെ പല്ലൊക്കെ അങ്ങനെ ചേർന്നിരിക്കുക, അവർ കണ്ണൊക്കെ തുറന്നിരിക്കുകയാണ്. പക്ഷേ ഷീ ഈസ് ഓൾമോസ്റ്റ് ഒരു ഡൈയിങ് സ്റ്റേജിലാണ്. അപ്പം ഞാൻ ചോദിച്ചു എന്താ വന്നേ, എന്നെ പറഞ്ഞ് പ്രാർത്ഥിക്കാൻ കൊണ്ടുവന്നതാണ്. ദൂരെയൊന്നും കണ്ടു കൊണ്ടുവരികയാണ്, എടുത്തുകൊണ്ട് കൊണ്ടുവന്നിരിക്കും. അപ്പം ഞാനവിടെ താമസിക്കാൻ പോയപ്പോൾ ജോൺ മത്തായി പാസ്റ്റർ കുറച്ച് ഗ്ലൂക്കോസും ഒക്കെ തന്നു വിട്ടു. കാര്യം അവിടെ ചെന്ന് വല്ലതും കഴിക്കാൻ കിട്ടിയില്ലെങ്കിൽ ഗ്ലൂക്കോസൊക്കെ കലക്കി കുടിക്കണമെന്നൊക്കെ പറഞ്ഞ് എനിക്ക് തന്നു വിട്ടതാണ്, എന്നോടുള്ള സ്നേഹം കൊണ്ട്. അപ്പം ഞാൻ എന്ത് ചെയ്യുന്നറിയാമോ, ഞാൻ കുറച്ച് ഗ്ലൂക്കോസ് വെള്ളമൊക്കെ ഈ സ്ത്രീക്ക് കൊടുക്കാൻ വേണ്ടി ഗ്ലൂക്കോസിന് ഒക്കെ കലക്കി വെള്ളമൊക്കെ എടുത്ത് സ്പൂണും കൊണ്ടൊക്കെ കൊടുത്ത് അവർക്ക് കൊടുത്തപ്പോഴേ മനസ്സിലായി അവർക്ക് വെള്ളം ഇറങ്ങുന്നില്ല. അതുകൂടെ കണ്ടതോടെ എൻ്റെ ഇടപാട് തീർന്നു. വെള്ളം ഇറങ്ങുന്നില്ലെന്ന് കണ്ടപ്പോൾ ഞാൻ മനസ്സിലാക്കി, ഓ ഇനി ഇത് രക്ഷപ്പെടത്തില്ല. എന്നാൽ ഞാൻ പറഞ്ഞു പിന്നെ ആശുപത്രി കൊണ്ടുപോകും. പക്ഷേ അവർ പറഞ്ഞു എൻ്റെ പൊന്നു സാറേ, ആശുപത്രി കൊണ്ടുപോകാനല്ല ഞങ്ങൾ വന്നത്. ഞാൻ പറഞ്ഞു പൈസ വേണത്തില്ല, അതിനല്ല ഞങ്ങൾ വന്നത്, ഞങ്ങൾ വന്ന് പ്രാർത്ഥിക്കാനാ. അപ്പോൾ എനിക്ക് അതിനേക്കാൾ വലിയ പ്രശ്നം, അന്നാണെങ്കിൽ നമുക്കിവിടെ സ്ഥലമൊന്നുമില്ല, വല്ല ഇത് ചത്തുപോയി കഴിഞ്ഞാൽ എവിടെ കൊണ്ട് കുഴിച്ചിട്ട്, അതൊക്കെ നമ്മുടെ പെട്ടെന്ന് നമ്മുടെ മനസ്സിൽ വരുന്നത് സെമിത്തേരി എവിടാ എന്നൊക്കെ മനസ്സിലാലോചിക്കുന്നു.